വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് രാവിലെ ഞാൻ 9:25 എണീറ്റു. എണീക്കാമെന്ന് തീരുമാനിച്ചു. 9 മണിക്ക് ഞാൻ എണീറ്റു കേട്ടോ. 9 മണിക്കും അല്ല, 7 മണിക്ക് കുരിശടിയിൽ പാട്ടിട്ടു. ആ സമയത്തൊക്കെ ഞാൻ ഉണർന്നായിരുന്നു. അപ്പോൾ എന്തായാലും കടൽ ഓഫ് ദി ഡേ കണ്ടിട്ട് താഴെപ്പോ. കടൽ ഓഫ് ദി ഡേ ഒക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ തലയില്ലാതെ ഒരു ഓട്ടോ പോകുന്നു. തലയില്ലാതെയല്ല, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയേ. ആ ഓട്ടോയുടെ മേൽഭാഗത്ത് എന്തോ വീണത് മാതിരി കിടപ്പുണ്ട്. അതെന്താണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ റോഡിന് വീതി കൂട്ടാനും അപ്പുറത്തെ നടപ്പാത കൊണ്ടുവരാനൊക്കെയുള്ള പണിയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത്. 11 മണി തൊട്ട് 3 മണി വരെ അവർ പണിയത്തില്ല. ആ ഒരു ടൈമിൽ അവർ ആ കുരിശടിയുടെ സൈഡിൽ കാണുന്ന ഷെഡിൽ വന്നിട്ടിരിപ്പുണ്ടാവും. ഇപ്പോൾ ആ JCBക്കകത്തൊക്കെ ആളുണ്ട് കേട്ടോ. ഞാൻ ദേ താഴെ വന്നപ്പോഴത്തേക്ക് കുക്കു മേലേന്ന് എണീറ്റ് താഴെ വന്ന് കിടന്നുറങ്ങുന്നു. നിലു എണീറ്റിട്ടില്ല. ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ നമ്മുടെ ക്യാമറാമാനാണ് ഇത്. എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് ഇടയ്ക്കിടയ്ക്ക് ചരിഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് 2 സാധനങ്ങളാണ്. ഒന്ന് ടേബിൾ മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ ഒരെണ്ണം നമ്മുടെ ആക്ച്വൽ ഒരു 7 ഫീറ്റ് ലോങ് മൊബൈൽ സ്റ്റാൻഡ്. പക്ഷെ അത് ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നേരെയും ചരിഞ്ഞു എനിക്ക് ഫോൺ വെക്കാൻ പറ്റും. ഇതിങ്ങനെ ആക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ പാത്രത്തിനകമൊക്കെ കാണിക്കണമെങ്കിൽ ഫോൺ ഇത്തിരി ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് അതിനകത്തോട്ട് കാണിക്കണം. മറ്റേതിൽ ഇങ്ങനെ പറ്റും. ഷോർട്സ് എടുക്കാനും ലോങ് വീഡിയോ എടുക്കാനും നമുക്ക് ചരിക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ ഒരു പ്രൊവിഷൻ അതിലില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ ഉണ്ടായിരുന്ന സുനാപ്പി ഞാൻ ഇളക്കി കളഞ്ഞിട്ട് റിംഗ് ലൈറ്റ് അതിൽ പിടിപ്പിച്ചു. എന്നിട്ട് ഈ ടേബിൾ സ്റ്റാൻഡിൻ്റെത് ബോട്ടമൊക്കെ ഇളക്കി മാറ്റിയിട്ട് അത് ഇതിലേക്ക് പിടിപ്പിച്ചു. ഞാനല്ല, ഇതിൻ്റെ എൻജിനീയർ കണ്ണമ്മോനാണ്. ആദ്യത്തെ എൻ്റെ സ്റ്റാൻഡിൻ്റെ എൻജിനീയറിംഗ് വർക്ക്സ് നിർവഹിച്ചത് ലൂക്കുട്ടനായിരുന്നു. പിന്നെ അവൻ ചിപ്പിലായതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റാൻഡിൻ്റെത് കണ്ണനാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള റിപ്പയറിംഗ് വർക്കും പാച്ച് വർക്കും ഒക്കെ അലനാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്ലേസിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ഞാൻ ഈ ടേപ്പൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നല്ല അത് പോകുന്നത്, ആ മേലത്തെ സ്റ്റാൻഡ് ചരിഞ്ഞിട്ടാണ് ഫ്രെയിമെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ തലയൊക്കെ വെളിയിൽ പോകുന്നത്. ആ ഇരിക്കുന്ന റിംഗ് ലൈറ്റിൻ്റെ വില വെറും 179 രൂപയാണ്. അത് ആ ഒരു റേറ്റിലൊക്കെ ഉള്ളൂ ആ സാധനത്തിന്. അതുകൊണ്ട് അത്ര വെട്ടമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഫോൺ മാറ്റി പിന്നെ നല്ല ആവശ്യത്തിന് വെട്ടം ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ എപ്പോഴും പ്ലഗ് ഇൻ ചെയ്തിട്ട് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് കേട്ടോ, റിംഗ് ലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഏതെങ്കിലും പ്ലഗ് പോയിന്റിൽ കുത്തിയും വെച്ചിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ പെടാപ്പാടുകൾ. അപ്പോൾ ഇതേ കുക്കുവിനുള്ള പാല് അമ്മ നേരത്തെ കൊടുത്തു. നെലുവിനുള്ളത് അവനിപ്പോഴാണ് എണീറ്റ് വന്നത്. ഞാൻ അവന് ഇതേ കുപ്പിയിൽ പാല് കൊടുത്തു. അപ്പോഴത്തേക്ക് എന്നെ ആരാണ് വിളിച്ചത്? ലാപ്ടോപ്പ് സ്കൂളിൽ നിന്ന് എടുക്കാനായിട്ട് അനി വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയ ചാച്ചനല്ല, ഇത് അലൻ്റെ കസിൻ അനി. അങ്ങനെ 2 അനിയുണ്ട് കേട്ടോ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും. രാവിലെ നമുക്ക് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഇന്നലെ വെച്ച മീൻകറിയുടെ ചാറും തലയും ഒക്കെ ഉണ്ട്. കുറച്ച് കറിയെടുത്ത് അമ്മയ്ക്ക് വേണ്ടി ഒരു കിണ്ണിയിലേക്ക് മാറ്റി വെച്ചിട്ട് ചട്ടിയിലേക്ക് ഞാൻ പഴങ്കഞ്ഞി ഇട്ടു. ഇത്തിരി വെള്ളം കുറച്ച് ഊറ്റിയെടുത്തു. എന്നിട്ടൊരു തലയും കുറച്ച് അച്ചാറും ഒക്കെ വെച്ച് ഞങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്നു കേട്ടോ. ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് ഡ്രസ്സ് താത്തി ഇടാൻ പറഞ്ഞതാണ്, കേൾക്കുന്നില്ല. പിന്നെ അമ്മയും കഞ്ഞി എടുത്തിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂട്ടിരുന്ന് പഴങ്കഞ്ഞി കുടിച്ചു. നിലൊരു 3-4 പ്രാവശ്യം തുറന്ന് കഴിച്ച് കാണും. രാവിലെ ഈ അമൃതമായിരിക്കും കേട്ടോ അവന് കൊടുക്കുന്നത്. കുക്കുവിന് പാല് കൊടുത്താലും മിക്കപ്പോഴും അമ്മ അവന് പാലിൽ അമൃതം കലർത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാനുണ്ടെങ്കിൽ ഞാൻ പാല് തന്നെ കൊടുക്കും. എനിക്ക് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം എന്നൊരു ചെറിയ നിർബന്ധം. അമ്മ പിന്നെ പറയുന്നത് അമൃതം ഈസ് ഈക്വലി ന്യൂട്രീഷ്യസ് ആൻഡ് പ്രൊട്ടീഷ്യസ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ തന്നെ അത്രയും പാടുപെടാതെ അവൻ രാവിലെ അതങ്ങ് കുടിക്കുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കുടിച്ചോട്ടെ എന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ആൾക്ക് അമൃതമാണ് കാച്ചി കൊടുത്തേക്കുന്നത്. പാലിൽ കാച്ചിയ അമൃതം. നമ്മൾ രാത്രി കൊടുക്കുന്ന കണക്ക് വെള്ളത്തിലല്ല, പാലിൽ കാച്ചിയ അമൃതമാണ് കൊടുക്കുന്നത്. അതാണ് നേരത്തെ ഞാൻ പാല് എടുത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നി ബൂസ്റ്റ് ഇട്ട പാലാണ് ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാൻ പാത്രങ്ങൾ അധികമൊന്നും ഇല്ലായിരുന്നു. ഒരു കറിച്ചട്ടിയും ഒരു പ്ലേറ്റും. ഫ്രിഡ്ജിൽ 2 പാര മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, ഒരു അവിയലുണ്ടാക്കാം, മീൻ പൊരിക്കാം, രസം ഇടാമെന്ന്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ കോഫി കുടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തലവേദന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇഞ്ചി ചായ ഉണ്ടാക്കാമെന്ന് കരുതി ഫ്രിഡ്ജിലിരുന്ന പാലിൽ നിന്ന് 1 ഗ്ലാസ് പാലെടുത്തു. അല്ല, 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് ചായയ്ക്കും കാപ്പിക്കും ഒക്കെ എനിക്ക് നല്ല മധുരം വേണം. അതർവൈസ് അത് ഞാൻ കുടിക്കത്തില്ല. അത് മധുരമില്ലാതെ കുടിക്കുന്നതിനേക്കാളും നല്ലത് കുടിക്കാണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ നല്ല മധുരത്തിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇത്തിരി കടുപ്പം കൂടി ഇരുന്നോട്ടെ എന്ന് കരുതി 1.5 സ്പൂൺ തേയില ഇട്ടു. എന്നിട്ട് ഇഞ്ചിയുടെ മേളിൽ ഞാനിങ്ങനെ തെറ്റും പിറ്റുമൊക്കെ വെട്ടി നുറുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ലൈസാണ് ഞാൻ അങ്ങോട്ടേക്ക് വെട്ടിയിട്ടത്.
ഇഞ്ചിച്ചായ റെഡിയായി. അപ്പോഴേക്കും എന്നെ സ്കൂളിൽ നിന്ന് മമ്മി വിളിച്ചിരുന്നു. അവിടെ സ്കൂളിൽ റെനോവേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റാഫ് റൂമിലൊക്കെ പണി നടക്കുക. നമുക്ക് വെക്കേഷന് ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു വരണ്ട, ഒരു മാസത്തിൽ ഒരാഴ്ച, അതായത് എനിക്ക് ഒരു മാസത്തിൽ ഒരാഴ്ച ഡ്യൂട്ടി ഉണ്ടാവും. അതുപോലെ ഓരോ ടീച്ചറിനും ഒരാഴ്ച ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഈ ആഴ്ചത്തെ ഡ്യൂട്ടിക്കാർ വരണ്ട, അവിടെ സ്റ്റാഫ് റൂമിലാണ് ഇപ്പോൾ പണി നടക്കുന്നതെന്നുള്ളത് കൊണ്ട് ഫ്രൈഡേ വന്നാൽ മതി. ഫ്രൈഡേ നമ്മളാരും ഇല്ലല്ലോ, സ്കൂളിൽ പോകത്തില്ലല്ലോ, മമ്മീൻ്റെ അവിടെ ഞങ്ങളെല്ലാവരും അങ്ങ് പോവുമല്ലേ. അപ്പോൾ ഫ്രൈഡേ മൺഡേ ഒക്കെ ആയിട്ട് വന്നാൽ മതി എന്നുള്ളത് കൺവേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു അൺഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്, അതിൽ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിലുവിൻ്റെ കാലിൽ കണ്ടോ വെള്ളിത്തള കിടക്കുന്നത്? കൊലുസ് വീണ്ടും പൊട്ടിയപ്പോൾ അമ്മ കൊണ്ടുപോയി ഇന്നലെ വെള്ളിത്തള മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് വെള്ള ചൊച്ചുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ചൊച്ചെന്ന് തന്നെയാണ് അവൻ പറയുന്നത്, കൊലുസിനാണ് കേട്ടോ. അത് അലനെ കൊണ്ടുവന്ന് കാണിച്ചൊക്കെ കൊടുത്തതാണ്. പിന്നെ ഈ കാർട്ടൂൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടു എന്നോ, ഞാൻ സ്വപ്നം കണ്ടത് പണ്ടാരനെയാണ്, അങ്ങനെ ആ ഡയലോഗാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. സ്വപ്നം കണ്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ അതിലെ ആ ഡയലോഗ്, ഞാൻ സ്വപ്നം കണ്ടത് പണ്ടാരനെയാണെന്ന്. നമ്മുടെ ആ പ്രതിമ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, അതിൻ്റെ കറക്റ്റ് കണ്ണിൻ്റെ സൈഡിലൊരു പായൽ വന്ന് വീണ് കിടക്കുന്നു. ഇല്ല നീതി ദേവതയൊക്കെ കണ്ണടച്ചിരിക്കുന്നത് കണക്ക്. ഞാനത് അലനെ വിളിച്ച് കാണിച്ചതാണ്. അലൻ അപ്പോഴത്തേക്ക് സിസിജിന്നെത്തി. പിന്നെ അവൻ അലൻ്റെ വാലയിൽ തൂങ്ങിയായി നടത്തും. കുക്കു സാറിൻ്റെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇന്നലെ ഞാൻ നിങ്ങളുടെ ചെറുതായിട്ടൊന്ന് അടിച്ചു പോയായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഡേറ്റ എല്ലാം ഇറേസ് ചെയ്ത് പോയി. ലാസ്റ്റത്തെ അവൻ്റെ ഫോണിൽ മെയിൽ ഐ ഡി ഒക്കെ തുടങ്ങിയത് ലൂക്കുട്ടനാണ്. അപ്പോൾ നമുക്ക് ഈ കടലിൽ കിടക്കുന്നവനെ എപ്പോൾ വിളിച്ചാലും കിട്ടണമെന്നില്ലല്ലോ, അവൻ പരിധിക്കുള്ളിൽ വരാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുതിയൊരു മെയിൽ ഐ ഡി ഒക്കെ തുടങ്ങി. അതിൽ ഫാമിലി ലിങ്കിൽ കൺട്രോൾസ് ഒക്കെ ഓൺ ചെയ്യണമല്ലോ, ആ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് മുൻപൊരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അത് കുട്ടീൻ്റെ ഫോണിലും നമ്മുടെ ഫോണിലും കൂടെ ഒരുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാം. അതായത് കണ്ടൻസ് അവർ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്സ് ആയിക്കോട്ടെ, യൂട്യൂബിൽ കാണുന്ന വീഡിയോ ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്കൊരു ഏജ് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റും. പിന്നെ ഒരു ദിവസം ഇത്ര നേരം മാത്രം ഫോൺ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതും നമുക്കതിൽ സെറ്റ് ചെയ്യാം. ടൈം ലിമിറ്റും സെറ്റ് ചെയ്യാം. കുക്കു സാറിന് 2 മണിക്കൂറായിരുന്നു, ഇപ്പോൾ അത് 1.5 കുറച്ചിട്ടുണ്ട്. അവൻ്റെ പ്രാക്കാണെന്ന് തോന്നുന്നു. ഞാനൊരു കത്തി എടുത്തതാണ്, എൻ്റെ ചപ്പാത്തിയുടെ തവയുടെ പിടി അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഇനി അത് ചേർത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ സ്പേസിൽ എനിക്ക് ആ ആണി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവിടെ പണ്ടൊരു പഴയ സ്പൂണിൻ്റെ ഒരു ഹാങ്ങറായിരുന്നു കിടന്നത്. ഞാൻ അവിടെ ഒരു പീലർ എടുത്ത് വെച്ചു. പക്ഷേ എനിക്കത് പിന്നീട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ പഴയ നമ്മുടെ കട്ടിംഗ് ബോർഡ് അവിടെ എടുത്ത് പ്ലേസ് ചെയ്തു. എന്നിട്ട് അവിയലിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അമ്മ ഇത്രയും നേരം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കൂർക്ക വൃത്തിയാക്കി എടുക്കലായിരുന്നു കേട്ടോ. നമ്മുടെ ആ സിനിമയിൽ പറയുന്ന കൂർക്ക, എനിക്കതിന് ഇവിടെ പറയുന്ന പേര് എനിക്കറിയത്തില്ല. സാധനം കണ്ടപ്പോൾ എനിക്ക് ഉർവശി കൂർക്ക എന്ന് പറഞ്ഞതാണ് ഓർമ്മ വന്നത്. അത് അമ്മ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ആദ്യം കുക്കറിലിട്ട് വേവിക്കണം അത്രേ, എന്നിട്ട് വേണം ഈ പച്ചക്കറികളുടെ കൂടെ അവിയലിനായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇന്നലെ മസാല പുരട്ടിയ അരപ്പിന്ന് ഇത്തിരി ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ 2 മീനാണ് നമുക്ക് പൊരിക്കാനുള്ളത്. തലകൾ ഞങ്ങൾക്കും, വാലിൻ്റെ കഷ്ണം അലനും കുക്കുവിനും. എന്നിട്ട് ഞാൻ ആ പച്ചക്കറികളുടെ അതിനകത്ത് ക്യാരറ്റേ ഉള്ളൂ തൊലി കളയാനായിട്ട്. ഉള്ളി ഒരെണ്ണം അരിഞ്ഞതിൻ്റെ പകുതി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് വന്നു. പിന്നെ മുരിങ്ങക്കോൽ എപ്പോഴും അമ്മ ഇങ്ങനെ തോല് കളഞ്ഞ് നീറ്റാക്കി കട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് കുറച്ച് നാൾ അധികം ഇരിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഞാനും അങ്ങനെയാണ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അമ്മ ഉള്ളതുകൊണ്ട് മുരിങ്ങക്കോലൊക്കെ കിട്ടുന്നത് അമ്മ തന്നെയാണ് വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് കഴുകാനായിട്ട് ആ മുരിങ്ങക്കോലിരുന്ന ഡബ്ബകളൊക്കെ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് എൻ്റെ മൂക്കടപ്പിൻ്റെയും തലവേദനയുടെയും തുമ്മലിൻ്റെയൊക്കെ തിരിച്ചു വരവാണ്. കാരണം നല്ല ചൂട്. ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് കുടിക്കുന്നത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലേ ദാഹം തീരുന്നുള്ളൂ. എന്താണെന്ന് അറിയാൻ പാടില്ല, ചൂടിൻ്റെ കൂടുതൽ കൊണ്ടാവണം. ആണ് നമുക്കിവിടെ കൊല്ലത്തൊക്കെ റെഡ് അലേർട്ടായി കേട്ടോ. സിസിജിയിലൊന്നും ഇപ്പോൾ 11 to 3 ഒന്നും ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ആ സമയത്തിന് മുന്നേ അലനിങ് എത്തും, വന്നിട്ട് കിടക്കും അവിടെ. പിന്നെ ഇവിടെ ഈ നടക്കുന്ന പരിപാടികൾ തന്നെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. റോഡിൻ്റെ പണിയൊക്കെ, കടലിലോട്ട് റോഡും ക്ലോസ്ഡാണ്. അരിഞ്ഞ പച്ചക്കറികളൊക്കെ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി അത് ഞാൻ തന്നെ കഴുകണ്ടേ. അപ്പോൾ അതങ്ങനെ തന്നെ ചോപ്പിംഗ് ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചു. മീൻ വറുക്കാനായിട്ടുള്ള പാൻ വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ 2 വലിയ മീനും വറുത്തെടുക്കാം. ഇത് പാരയാണ് കേട്ടോ, കാണാൻ അയില പോലെ ഇരിക്കുന്നത്.
ഈ 2 മീനും കൂടെ തീർന്നാൽ നമ്മുടെ നോൺ വെജൊക്കെ കഴിഞ്ഞു. നാളെ മുട്ട എങ്ങാനും എടുക്കാമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, ഞാനിങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് നോൺ വെജ് മേടിക്കാൻ പോയാൽ അത് മീനായാലും മീറ്റായാലും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലും ചേച്ചിയുടെ വീട്ടിലും ഒക്കെ ആയിട്ട് പോകുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൂടെ വിളിച്ചു കേട്ടോ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരം ഒരുപാട് വിളിച്ചു, പക്ഷേ വരുന്നില്ല. എനിക്ക് എല്ലാവരെയും പോയി കാണണം, എല്ലാവരെയും പോയി കണ്ടിട്ട് അവിടെയൊക്കെ നിൽക്കാം എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നമ്മൾ മീറ്റോ നോൺ വെജോ ഇതുപോലെ മീറ്റോ മീനോ ഒക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ അത് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഉള്ളതൊക്കെ തീർത്തിട്ട് പോകാമെന്ന് കരുതി അവിയലിനായിട്ടുള്ള പച്ചക്കറികൾ ഇത്തിരി വെള്ളവും ഇത്തിരി ഉപ്പും ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് മീനും വറുക്കാൻ വെച്ചു. ഇനി നമുക്ക് രസം ഇടാം. കുക്കറിൽ മറ്റേ കൂർക്ക വെന്ത വന്നു കേട്ടോ. അതിനി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു ചെറിയ പാത്രത്തിലാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി അവിയലിന്. രസത്തിനായിട്ട് ഞാൻ ആദ്യം ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചു. പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളി, വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളഞ്ഞില്ല. ഇത്തിരി തരിതരിയൊക്കെ അവിടെ കിടക്കുന്നത് രസത്തിന് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ രസം കാണാനൊരു രസമൊക്കെ ഉണ്ടാവും. എന്നിട്ടതേ രസത്തിനായിട്ട് ഞാൻ കലം വെച്ചു. അമ്മ ഉണ്ടാക്കുമ്പോൾ കറച്ചട്ടിയാണ് എടുക്കുന്നത്. ഞാൻ മോരുണ്ടാക്കാനും രസം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ കലം മേടിച്ച് വെച്ചേക്കുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇതിലേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിൽ ഇത്തിരി കടുകും ഇത്തിരി ഉലുവയും ഇത്തിരി ജീരകവും കൂടി ഇടാം. ഇതെല്ലാം കൂടെ എണ്ണ ചൂടായിട്ട് പൊട്ടി വരണം. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കല്ലിൽ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ള കേട്ടോ, എരിവ് ഇത്തിരി ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്തിന് ഞാൻ കൂർക്ക അവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്നത് പച്ചക്കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് മഹതി പറയുന്നത് അത് ഉപ്പിടാതെയാണ് വേവിച്ചതെന്ന്. അപ്പോൾ അതിൽ ഉപ്പ് പിടിക്കാനായിട്ട് ഞാനത് ബാക്കി പച്ചക്കറികളുടെ കൂടെ ഇട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ആദിപലാദികളും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് രസത്തിൻ്റെ കൂട്ടിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ആ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വെന്തു. അതിലേക്ക് അരപ്പിടാം. തേങ്ങയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകപ്പൊടിയും ഒരല്ലി വെളുത്തുള്ളിയും 2 ചെറിയുള്ളി, അത്രയേ ഉള്ളൂ അരപ്പിൻ്റെ അകത്ത്. അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അങ്ങനെ അരഞ്ഞ് വരത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ അവിയലിൻ്റെ പരുവം. അതിലേക്ക് ഞാൻ 1 സ്പൂണോളം തൈരും പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന് മീതേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അരപ്പൊന്ന് വേവുന്ന വരെ ഒന്ന് അടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവിയൽ റെഡി. ഞാൻ അവിയൽ താളിക്കാറില്ല, ഇങ്ങനെ തന്നെ എടുക്കാറേ ഉള്ളൂ. മീൻ ഒരു സൈഡ് വറുത്തപ്പോഴത്തേക്ക് എണ്ണയൊക്കെ വറ്റിപ്പോയി. ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചിടണം. രസത്തിന് ഞാൻ പൊടികളായിട്ട് ഇപ്പോൾ മഞ്ഞപ്പൊടിയും രസപ്പൊടിയും മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് രസം ഉണ്ടാക്കുന്ന ആൾ അമ്മയാണ് കേട്ടോ, പൊടികളൊക്കെ ചേർത്ത് കായമൊക്കെ ചേർത്തിട്ട്. എനിക്ക് ആ രസമാണ് ആക്ച്വലി ഇഷ്ടം. പക്ഷേ നിലു അവിടെ ഗേറ്റിൻ്റെ അടുത്ത് തൂങ്ങിക്കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിട്ട് നിലുവിനെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങ് കൊണ്ടുപോയി വണ്ടിയിൽ. ആ വണ്ടിയിൽ കുക്കും ചാടിക്കയറി പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കാണാത്തതുകൊണ്ട് അമ്മയും ആ വഴിക്ക് പോയിട്ടുണ്ട്. അനിയത്തിയുടെ വീട്ടിലേക്കല്ലേ, ഇനി കുറച്ച് നേരം താമസിക്കും, ഇപ്പോഴെങ്ങും വരത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. മഞ്ഞപ്പൊടിയും രസപ്പൊടിയും ഇട്ടു. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അതിനെ മാൻ പവർ ഉപയോഗിച്ച് കുത്തി ഉടച്ചങ്ങ് വെച്ചു. ഇനി ഇത്തിരി പുളിവെള്ളം ഒഴിച്ച് ഈ ഒരു കൂട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെക്കണം. എന്നിട്ട് വേണം ബാക്കി വെള്ളം ഒഴിക്കാൻ. അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തുമ്മൽ പ്രസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങും. ഇനി ഉച്ചയ്ക്ക് ഒരു മരുന്നൊക്കെ എടുത്തിട്ട് കിടന്നാലേ ശരിയാവത്തുള്ളൂ. കയ്യിൽ നിൽക്കത്തില്ല, പ്രത്യേകിച്ച് തണുത്ത വെള്ളം കൂടെ കുടിച്ചുകൊണ്ട്. സൈനസൊക്കെ പെട്ടെന്ന് എൻ്റെ അപ്സെറ്റ് ആവും. എന്നാണ് എന്തോ ഇതൊക്കെ മാറി ഒന്ന് നേരെ ആവുന്നത്. എന്തസുഖവും സഹിക്കാം. ഈ അലർജിയും ജലദോഷം, അതും അലർജിയും ജലദോഷവും ഒരുമിച്ച് വരണം. അയ്യോ സ്വർഗം മാമ. പോണേന് മുന്നേ ഇനി മൈഗ്രെയിനുള്ളതും ജലദോഷമല്ല അലർജിക്കുള്ളതും വാങ്ങിച്ച് വെക്കണം മരുന്നൊക്കെ. ഈ ഒത്തിരി പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡസ്റ്റിലൊക്കെ എക്സ്പോസ് ആകുമ്പം ഈ സംഭവം എല്ലാം കൂടും. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായി. രസത്തിൻ്റെ കലം ഞാനെടുത്ത് അപ്പുറത്തേക്ക് വെച്ചു. അരി അടുപ്പത്തിട്ടിട്ടില്ലായിരുന്നു, അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു. രസത്തിലേക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ കൂട്ട് നല്ല രീതിയിലൊരു കുഴമ്പ് പരുവത്തിൽ വേവുമ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. രസം തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ രുചി കുറയും. ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പം നമുക്കിനി അത് അടച്ച് വെച്ച് ഇത്തിരി ചൂടാക്കി എടുത്തിട്ട് സൈഡിൽ നിന്ന് തിള കണ്ടു തുടങ്ങുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു മൺകലം ആയതുകൊണ്ട് തിള കണ്ടു തുടങ്ങി നമ്മൾ ഓഫ് ചെയ്താലും നല്ല ചൂടിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ കഴുകാനായിട്ട് ഇപ്പോൾ പുളി പിഴിഞ്ഞ ആ ഒരു പാത്രവും മീൻ തിരിച്ച ആ ഒരു ചട്ടുകമല്ല, അതൊരു സ്പാറ്റുലയാണ്. അതൊരു കൈൻഡ് ഓഫ് സിലിക്കോൺ ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പ്ലാസ്റ്റിക്കും അല്ല, ആ മെറ്റീരിയലുമാണ്. അതൊക്കെ കഴുകിയിട്ട് അവിടെ എക്സ്ട്രാ ആണെന്ന് തോന്നുന്ന പാത്രങ്ങളൊക്കെ ഞാൻ വെളിയിൽ അവിടെ ആ സ്റ്റീൽ റാക്കിലേക്ക് കൊണ്ടുവച്ചു.
പുൽത്തൈലം ആൻഡ് ഡെറ്റോൾ മിക്സ് അത് വെച്ചിട്ട് ഈ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ചു, ഗ്യാസിൻ്റെ പുറവും തുടച്ചു. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഇപ്പം അങ്ങ് തീർക്കാനായിട്ട് അവിടെ ഞാൻ തുടച്ചു വെച്ചു. എന്നിട്ട് എനിക്കിനി കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന ദിവസം എനിക്ക് ലോങ് വീഡിയോ ഇടേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ തംബ്നെയിലൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലൻ കഴിക്കാനായിട്ട് വന്നു. ആലന് 2:30 വീണ്ടും സിസിജിയിലേക്ക് പോകണം. ഒന്നാമതിപ്പോൾ വഴിയൊന്നുമില്ല, അതുകൊണ്ടങ്ങ് എത്താനായിട്ട് ഇത്തിരി താമസിക്കും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ നടപ്പാത കടലോരത്ത് കൂടിയുള്ള നടപ്പാത വരുന്നതുകൊണ്ട് റോഡ് അടച്ചേക്കുവാണ്. ലിജോയും ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ കറണ്ടില്ല, വൈഫൈ ഇല്ല. അവനൊരു എന്തോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അവനത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിനക്ക് ചോറെടുക്കട്ടെ എന്ന് ഞാൻ എങ്ങനെ ചോദിക്കും എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല. ആലനുള്ള ചോറ് ഞാൻ എടുത്തു. നല്ല ചൂട് ചോറും അവിയലും. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കഴിക്കുന്ന ആൾ ആലനാണ്. അതുകൊണ്ട് അവിയൽ എത്രയും തോനെ വെച്ചത്. രസവും രസത്തിലെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചു. നമ്മുടെ മെയിൻ ഐറ്റമായ വറുത്ത മീനെ അങ്ങോട്ട് കിടത്തി. ഇനി അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചോറ് കൊണ്ട് കൊടുക്കാം. അപ്പോഴേക്ക് ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ലിജോയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല വീട്ടിൽ ചോറൊക്കെ ആക്കിയിട്ടുണ്ട്, ഞാൻ പോയി കഴിക്കാമെന്ന്. അവൻ്റെയും എൻ്റെയും നീളത്തിൻ്റെ വ്യത്യാസം നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് കേട്ടോ. സാധാരണ ഇവൻ്റെ അടുത്ത് ഞാൻ പോയി നിൽക്കാറില്ല, അടുത്ത് പോയി ഒരു ഫോട്ടോയ്ക്ക് ഞാൻ നിൽക്കാറില്ല. അവന് ഭയങ്കര നീളമാണ്. ആൻഡ് ആലൻ്റെ ഒരു ലുക്ക് ലൈക്കാണ് ഈ ഫാമിലിയിൽ. അത് നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ട്രിച്ചിയിലൊക്കെ വെച്ച് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അവിടെ നിന്ന് പോപ്കോണാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വിളിക്കുന്നത് അമ്മേനെയാണ്, കാണുന്നില്ലല്ലോ ആൾക്കാരെ. എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഐ എം ഗോയിങ് ത്രൂ ദോസ് ഡേയ്സ് ഓഫ് ദ മന്ത്, പീരീഡ്സ് ആണ്. അതുകൊണ്ട് ജങ്ക് ഫുഡ് കഴിക്കാനാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധ്യാലനും താനിയിലേക്ക് ഇറങ്ങി. ഇനി ഞാൻ പോയി കതകും പൂട്ടി സുഖമായിട്ട് കിടന്നുറങ്ങും. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസിൻ്റെ ഇടയിൽ എൻ്റെ ഈ കുഞ്ഞു വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയത്തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.